പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 ആമേൻ ജൂൺ മാസം 14 ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും കർത്താവിനെ സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്കൊരുക്കി തന്നിരിക്കുന്ന ഈ നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളെയൊക്കെ ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം അപ്പാ, സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാതുപരിപാലിച്ചില്ല. ഓർത്ത് നോക്കി, എത്ര അത്ഭുതകരമായിട്ട് കർത്താവ് നമ്മളെ നടത്തി, എത്ര ശ്രേഷ്ഠകരമായിട്ട് നടത്തി. നമ്മുടെ ആവശ്യങ്ങളിലെല്ലാം കൂട്ടായിട്ടിരുന്നു. ആമേൻ. കഴിഞ്ഞ പകൽക്കാലം നമ്മളെ നടത്തിയ കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്ന് നമ്മളെ അനുഗ്രഹിച്ച കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തയേശുവിൽ നമ്മളെ ജയത്തോടെ നടത്തുന്ന കർത്താവിന്, ആനന്ദത്തോടെ നടത്തുന്ന കർത്താവിന്, അത്ഭുതമായി നടത്തുന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്താൽ എല്ലാ കരങ്ങളും ഉയർത്തി അല്പസമയം കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ച് ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. കർത്താവ് നല്ലവനാകുന്നു. കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. നമുക്ക് ഒന്നുകൂടെ കരം ഉയർത്തി പറയാം, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, എൻ്റെ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഒരിക്കലൂടെ പറഞ്ഞ്, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. 34 സങ്കീർത്തനം പറഞ്ഞു, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, കർത്താവിൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. അടുത്ത വാക്യം, എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ, നാം ഒന്നിച്ച് കർത്താവിൻ്റെ നാമത്തെ ഹല്ലേലൂയ ഉയർത്തുക. 8ാമത്തെ വാക്യം, യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, കർത്താവിനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചാൽ. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ ദിവസത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസത്തെ ഞങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അങ്ങയുടെ മഹിമ കൊണ്ട് ഞങ്ങളെ മൂടുന്ന ഒരു ദിവസമായി മാറണം. അങ്ങയുടെ മഹത്വം ഞങ്ങളിലൂടെ വെളിപ്പെടുന്ന ദിവസമായി മാറണം. കർത്താവേ, ഞങ്ങൾ ആരോട് ഇടപെട്ടാലും, ഞങ്ങൾ എവിടെയായാലും അവിടെയെല്ലാം കർത്താവിൻ്റെ മഹത്വം ഞങ്ങളിലൂടെ ആമേൻ മറ്റുള്ളവർ കാണുവാൻ ഇടവരുന്നതിനായിട്ട് സ്തോത്രം. രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗശക്തികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോട്ടെ. പ്രത്യേകിച്ച് ലങ്സിനകത്തുള്ള ഇൻഫെക്ഷൻ, ലങ്സിനകത്തുണ്ടായിരിക്കുന്നതായ ബുദ്ധിമുട്ടുകൾ ഈ പ്രഭാതത്തിൽ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ ആരോഗ്യ പ്രശ്നങ്ങളും മാറി നിൻ്റെ കുഞ്ഞുങ്ങൾ സ്വതന്ത്രരായി മാറട്ടെ. കർത്താവിൻ്റെ മഹത്വം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. കർത്താവെ, വലിയ മാരകമായ രോഗങ്ങളൊക്കെ പിടിപെട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട്, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്, പ്രത്യേകിച്ച് ക്യാൻസർ മാതിരിയുള്ള രോഗത്താൽ ഭാരപ്പെടുന്നവരുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവർ വിടുവിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ജീവൻ മടങ്ങി വരട്ടെ, ആരോഗ്യം മടങ്ങി വരട്ടെ. അത്ഭുതകരമായി നമ്മെ ജയാളികളായി മുന്നേറുവാൻ, സാക്ഷ്യങ്ങളായി മാറുവാൻ, യേശുവിനെ സൗഖ്യമാക്കി എന്നുള്ള വലിയ സാക്ഷ്യത്തോടുകൂടെ എഴുന്നേൽക്കുവാൻ കർത്താവ് തൻ്റെ കുഞ്ഞുങ്ങളെ ഒരുക്കണം. യേശു അത്ഭുതങ്ങളുടെ ദൈവമെന്ന് വെളിപ്പെടുത്തുന്ന സാക്ഷ്യവുമായി എഴുന്നേൽക്കുവാൻ കർത്താവ് സഹായിക്കണം. കർത്താവെ, അതുപോലെ കർത്താവ്, ജോലി സ്ഥലത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവർ, കർത്താവെ, അങ്ങ് അവരെ വിടുവിക്കണമേ, അങ്ങ് അവരെ ആശ്വസിപ്പിക്കണമേ, അങ്ങ് അവർക്ക് സമാധാനം കൊടുക്കണമേ. കർത്താവ് അത്ഭുതകരമായി നടത്തുന്നതിന് സ്തോത്രം. അതുപോലെ കർത്താവെ, ആമേൻ, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളൊക്കെ കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്നു. കുഞ്ഞുങ്ങളെ പ്രതി ദുഃഖിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. അവരുടെ വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ, അവരുടെ സ്വഭാവത്തോടുള്ള ബന്ധത്തിൽ, അവരുടെ വിവാഹത്തോടുള്ളൊക്കെ ബന്ധത്തിൽ ആമേൻ ഭാരങ്ങൾ അനുഭവിക്കുന്ന മാതാപിതാക്കളുണ്ട്. ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ കുഞ്ഞുങ്ങളെ അങ്ങയുടെ കൈകളിൽ തരുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ. ആത്മാവിനാൽ നടത്തപ്പെടുന്ന കുഞ്ഞുങ്ങളായി മാറട്ടെ. ദൈവിക ഇടപെടലുകൾ അവരുടെ ജീവിതത്തിൽ കാണുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവ്, എല്ലാ വിധത്തിലും കർത്താവിൻ്റെ ഗ്രേസ് തൻ്റെ കുഞ്ഞുങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിവാഹം തക്ക സമയത്ത് നടക്കട്ടെ. ജോലി കുഞ്ഞുങ്ങൾക്ക് തക്ക സമയത്ത് ലഭിക്കട്ടെ. പഠിപ്പാൻ ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും ദൈവകൃപയും കൊടുക്കണം. കുഞ്ഞുങ്ങളൊക്കെ കർത്താവിനാൽ ഉപദേശിക്കപ്പെട്ട് കർത്താവിൻ്റെ വഴിയിൽ നടക്കുന്ന കുഞ്ഞുങ്ങളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ദേശങ്ങളിൽ സമാധാനമുണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സമാധാനമുണ്ടാകട്ടെ. ദേശങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ. അതുപോലെ കർത്താവെ, ഈ പ്രഭാതത്തിൽ വീണ്ടും അങ്ങയുടെ സന്നിധിയിലായിരുന്നു അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് അത്ഭുതങ്ങളുടെ ദൈവമാണല്ലോ, അങ്ങ് വിടുവിക്കുന്ന ദൈവമാണല്ലോ. കർത്താവെ, ഇന്നത്തെ പകൽക്കാലം ലോകവ്യാപകമായി കർത്താവെ നടക്കുന്ന സഭായോഗങ്ങളെ അനുഗ്രഹിക്കണം. ആമേൻ. ഓരോ ഭൂഖണ്ഡങ്ങളെയും ഞങ്ങൾ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഓരോരുത്തർക്കും വലിയ ആത്മീക പകർച്ച ഉണ്ടാകണമേ, വലിയ ആത്മീക നദി ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാകിയാൽ സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കേണ്ട വലിയ ദൈവകൃപ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് എല്ലാ നിലകളിലും ഈ ദിവസങ്ങളിൽ നിങ്ങളെ സഹായിക്കട്ടെ, ഗൈഡ് ചെയ്യട്ടെ. കർത്താവിൻ്റെ കൃപ കൂടി. നാളെ നമുക്ക് ഫാസ്റ്റിംഗ് ഡേ ആണ്. നാളെ പ്രത്യേകിച്ച് ഈ മാസത്തിൻ്റെ പകുതി ദിവസം 15-ാം തീയതി നമ്മൾ എത്തുന്നു. ആദ്യത്തെ ഈ 14 ദിവസവും കർത്താവ് നമ്മളെ അത്ഭുതകരമായി നടത്തി. 15-ാമത്തെ ദിവസത്തിൽ നമ്മൾ ആമേൻ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ആമേൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ അടുത്ത 15 ദിവസത്തിലേക്ക് കയറുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ കർത്താവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്ന പക്ഷം ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. വൈകിട്ട് ആലയത്തിൽ വെച്ചായിരിക്കും ആരാധന. ഒരുമിച്ച് പങ്കെടുക്കാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിച്ച് ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന തിരുവെഴുത്തുകൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കാതിരിപ്പാനും. ആമേൻ. അപ്പം നിന്റെ ദൈവമായ യഹോവയെ നീ മറക്കാതിരിക്കണം. പലപ്പോഴും ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗവും അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ആമേൻ ദൈവജനത്തെ ദൈവം അനുഗ്രഹിച്ചതിനെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവോട് പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ ജനത്തെ കർത്താവ് അനുഗ്രഹിച്ച് ആമേൻ അത്ഭുതമാക്കിയതിനെക്കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, അപകടങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതികൂലമായ ഒരു കാര്യമെന്ന് പറയുന്നത്, അതായത് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമ്മുടെ പ്രാർത്ഥനകൾ കർത്താവ് കേൾക്കും. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുമ്പോൾ അവൻ പ്രയാസകരമായ സമയങ്ങളിൽ നമ്മൾ ദൈവത്തെ വളരെ വേദനയോടുകൂടെ വിളിച്ചപേക്ഷിക്കും. അവൻ പ്രയാസങ്ങളിലിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും. അവൻ ബുദ്ധിമുട്ടുകളിലിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ ഉപവസിക്കും. നമ്മൾ ആരാധനയിൽ വളരെ വിശ്വസ്തയോടെ പങ്കെടുക്കും. കൂട്ടായ്മയിൽ വളരെ വിശ്വസ്തയോടെ പങ്കെടുക്കും. മറ്റു പലരെയും നമ്മൾ വിളിച്ചു പറയും, പ്രാർത്ഥിക്കണമെന്ന് പറയും. ഒരുപക്ഷെ നമ്മൾ പലതരത്തിലുള്ള പ്രതിസന്ധികളുടെ മുമ്പിലായിരിക്കും നിൽക്കുന്നത്. അന്നേരം നമ്മൾ എല്ലാവരോടും പറയും, ഒരുപക്ഷെ വിവാഹം നടക്കാതിരിക്കുമ്പോൾ നമ്മൾ പറയും, കുഞ്ഞിൻ്റെ വിവാഹം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ചർച്ചയായിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നവരെ കൊണ്ടൊക്കെ പ്രാർത്ഥിപ്പിച്ചു. ദൈവം അത്ഭുതം ചെയ്തു. ഒരുപക്ഷെ മക്കളില്ലാതിരിക്കുമ്പോൾ മക്കൾ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിപ്പിച്ചു. പ്രാർത്ഥന ദൈവം കേട്ടു. കർത്താവ് തലമുറയെ തന്നു. ഒരുപക്ഷെ നമുക്ക് വീടില്ലാതിരിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു. കർത്താവ് നമുക്ക് വീട് തന്നു. വാഹനമില്ലാതിരുന്നപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ചു. കർത്താവ് നമുക്ക് വാഹനം തന്നു. അതുപോലെ നമ്മൾ ഓരോ പ്രതിസന്ധി, ഉദാഹരണം പറഞ്ഞാൽ ജോലിയില്ലായിരുന്നു, അപ്പോൾ കർത്താവ് നമുക്ക് ജോലി തന്നു. ജോലിയിൽ എല്ലാവരെയും പിരിച്ചുവിടുന്നു. ഒത്തിരി പേരുടെ പേരും വിവരവും വരുന്നു എന്ന് പറഞ്ഞ് നമ്മളിരുന്ന് പ്രാർത്ഥിച്ചു. നമ്മുടെ പേരും വിവരവും വരാതെ കർത്താവ് നമ്മളെ സൂക്ഷിച്ചു. അങ്ങനെ പലതരത്തിൽ സാഹചര്യങ്ങളിൽ നമ്മൾ പെട്ടപ്പോൾ, പ്രതിസന്ധികളുടെ നടുവിൽ പെട്ടപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്തു. ബിസിനസ് ഇല്ലാതിരുന്നു, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ബിസിനസ് ഉണ്ടായി. അങ്ങനെ പലതരത്തിൽ ശാരീരിക സൗഖ്യം തന്നു. എല്ലാം തന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചു. നമ്മുടെ പ്രാർത്ഥനയൊക്കെ കേട്ട കർത്താവ് നമുക്ക് അനുഗ്രഹിച്ചു. നമ്മളായിരിക്കുന്ന ദേശങ്ങളിൽ നമ്മളെ മാനിക്കും. പക്ഷേ ഈ ആവർത്തനം 8-ൽ കർത്താവ് ജനത്തിന് മുന്നറിയിപ്പ് നൽകുന്നത്, അവരെ അനുഗ്രഹിച്ച് മരുഭൂമിയിലൂടെ അവരെ നയിച്ച അതേ ദൈവമായിരുന്നു. അവരോട് പറയുക, നിങ്ങൾ എന്നെ മറക്കരുത്. പലപ്പോഴും ദൈവമക്കൾക്ക് പറ്റുന്നൊരു പരാജയമാണ്. എല്ലാം ലഭിച്ചു കഴിയുമ്പോൾ പിന്നെ നമ്മൾ പെതുക്കെ ദൈവത്തിൽ നിന്ന് അങ്ങ് അകലുക ചെയ്തു. ദൈവത്തോടുള്ള സ്നേഹം കുറഞ്ഞു പോകും. കർത്താവിനോടുള്ള തീക്ഷ്ണത കുറഞ്ഞു പോകും. കർത്താവിനോടുള്ള ആ ഒരു ഭയവും ഒക്കെ പെതുക്കെ കുറയും. പ്രശ്നം മാറിക്കഴിയുമ്പോൾ, രോഗം മാറിക്കഴിയുമ്പോൾ, ജോലിയിലെ വിഷയം മാറിക്കഴിയുമ്പോൾ, കുടുംബത്തിലെ ആവശ്യങ്ങൾ കഴിഞ്ഞു, കാര്യങ്ങൾക്കൊക്കെ നീക്കുപോക്ക് ഉണ്ടായി കഴിയുമ്പോൾ കർത്താവിന് അകന്നു പോകുന്ന ഒരു മനോഭാവം പലരുടെ ജീവിതത്തിലും കാണുന്നു. അത് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ പ്രഭാത സന്ദേശത്തിൽ, ചെറിയ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുക, മക്കളെ, ദൈവത്തിൽ നിന്ന് ഒരിക്കലും അകന്നു പോകരുത്. ദൈവത്തിൽ നിന്ന് ഒരിക്കലും അകന്നു പോകരുത്. ഉസിയ രാജാവിനെ കുറിച്ചൊരു കാര്യമുണ്ടല്ലോ, 2 ദിനവൃത്താന്ത പുസ്തകം 28-ാം അധ്യായത്തിൽ. അവൻ കർത്താവിനെ അന്വേഷിച്ചിടത്തോളം കാലം ദൈവം അവനെ അഭിവൃദ്ധിപ്പെടുത്തി. അവൻ ശക്തനായപ്പോൾ അവൻ്റെ ഹൃദയം എന്ത് ചെയ്തു? അഹങ്കരിച്ചു പോയി. അവൻ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് അകന്നുപോയി. അത് അവൻ്റെ വിജയം അവനൊരു കെണിയായി മാറി. അവൻ തൻ്റെ ശക്തിയുടെ ഉറവിടത്തെ മറന്നു. അപ്പോൾ എന്തുപറ്റി? അവൻ തകർന്നുപോയി. പക്ഷേ ഇന്ന് പ്രഭാതി പരിശുദ്ധമായി പറയുക, കുഞ്ഞെ, ദൈവം നിന്നെ അനുഗ്രഹിക്കുന്ന അനുസരിച്ച് ദൈവത്തോട് അടുത്ത് നിൽക്കണം. ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നതിനനുസരിച്ച് നീ ദൈവത്തോട് കൂടുതൽ അടുത്ത് നിൽക്കണം. ഹല്ലേലൂയ. നമ്മൾ ഹാനോക്ക് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഹാനോക്കിനെ കുറിച്ച് പറയുന്നത്, ഹാനോക്ക് ദൈവത്തോട് കൂടെ നിന്നു. ദൈവം തന്നെ അനുഗ്രഹിച്ചു, തലമുറയെ കൊടുത്തു. അപ്പോൾ ഹാനോക്കിനെ കുറിച്ച് പറയാം, ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു.
നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെ കണ്ട് ദൈവത്തെ മറന്നു പോകരുത്. നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ മറുപടി ലഭിച്ചത് മറന്നു പോകരുത്. നമ്മൾ കൂട്ടായ്മക്കാരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ച് മറുപടി പ്രാപിച്ചത് മറന്നു പോകരുത്. ഹല്ലേലൂയ. നമ്മൾ ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് കർത്താവ് നമുക്ക് വഴികളും വാതിലുകളും തുറന്നു തന്നത്, കുഞ്ഞുങ്ങളെ തന്നത്, ജോലി തന്നത്, വിദേശ രാജ്യങ്ങളിൽ അയച്ചത്, നല്ല ഭവനങ്ങൾ തന്നത്, നല്ല വാഹനങ്ങൾ തന്നത് ഒന്നും മറന്നു പോകരുത്. അത് മറക്കുന്ന ആപത്താണ്. അത് അപകടകരമായ ഒരു സിറ്റുവേഷനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ആമേൻ നമ്മളെ ഓർപ്പിക്കുക. ദാവീദിനെ പോലെ ആയിരിക്കണം. ദൈവം അവനെ വർദ്ധിപ്പിച്ചപ്പോൾ ദാവീദ് എന്ത് ചെയ്തു? ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ചു. ആമേൻ. അവനൊരു രാജാവായിരുന്നെങ്കിലും അവൻ്റെ ആരാധന തുടർന്നു, അവൻ്റെ പ്രാർത്ഥന തുടർന്നു. കർത്താവിൻ്റെ മാർഗനിർദ്ദേശം തേടുക, അത് ദാവീദിൻ്റെ ആമേൻ സ്വഭാവമായി മാറി. ആമേൻ. ഹല്ലേലൂയ. ദാവീദിൻ്റെ ജീവിതത്തിൽ അഭിവൃദ്ധി ദൈവത്തോട് അടുപ്പിച്ചു. പക്ഷെ മറ്റു പലരുടെ ജീവിതത്തിലും ദൈവിക നന്മകളും അഭിവൃദ്ധികളും അവരെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ഇന്ന് പ്രഭാതി പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക, എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്ന് ഓർമ്മിക്കുക. വിജയം നിങ്ങളുടെ അഭിമാനമല്ല. ആമേൻ. മറിച്ച് എന്ത് ചെയ്യണം? അത് നന്ദി വർദ്ധിപ്പിക്കാനുള്ളൊരു മുഖാന്തരമായി തീരണം. ജീവിതം സുഖകരമാകുമ്പോഴും പ്രാർത്ഥനയിൽ വിശ്വസ്തത പുലർത്തുക. ആമേൻ. കൂടുതൽ ജീവിത സൗകര്യങ്ങൾ വന്നു, കൂടുതൽ കൂട്ടുകാരായി, കൂടുതൽ ബന്ധുക്കളായി, ബിസിനസ്സിൽ അഭിവൃദ്ധി വന്നു, അല്ലെങ്കിൽ അതിലും ഇതിലുമെല്ലാം ദൈവിക നന്മകൾ വന്നു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥന പഴയ പോലില്ല. പ്രാർത്ഥനയിൽ വിശ്വസ്തത പുലർത്തുക. ഹല്ലേലൂയ. നിങ്ങൾ എത്ര ഉയർന്നാലും, നിങ്ങൾ എത്ര മുന്നേറിയാലും ആരാധനയും ദൈവത്തെ സേവിക്കുന്നതും മറന്നു പോകരുത്. ആമേൻ. ആമേൻ. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും നിങ്ങളുടെ അനുഗ്രഹങ്ങൾ ഉപയോഗിക്കുക. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇതെന്നേക്കും നിലനിൽക്കുവാൻ ഇടവരും. കർത്താവിനെ ഒന്ന് കരമുയർത്തിക്കുക, ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞാൻ ഏതെങ്കിലും വിധത്തിൽ അങ്ങിൽ നിന്ന് അകന്നു പോവുകയോ അങ്ങ് തന്ന നന്മയിൽ അങ്ങേ മറന്നു പോവുകയോ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ ഹൃദയം നിഗളിച്ചു പോകാതെ, എൻ്റെ ഹൃദയം ആമേൻ അങ്ങേ മറന്നു പോകാതെ ഈ ദിവസങ്ങളിൽ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ ശ്രദ്ധയോടെ ജീവിപ്പാൻ കർത്താവ് എന്നെ സൂക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു, കർത്താവെ, എനിക്കുള്ളതെല്ലാം അങ്ങയുടെ ദാനമാണ്. എൻ്റെ ജോലി അങ്ങയുടെ ദാനം, എൻ്റെ നന്മകൾ, എൻ്റെ ആരോഗ്യം, എൻ്റെ സമാധാനം, എൻ്റെ തലമുറ, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ കുടുംബം എല്ലാം കർത്താവിൻ്റെ ദാനമെന്ന് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓർക്കുന്തോൾ കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുക, കൂടുതൽ കർത്താവിനോട് അടുത്ത് നിൽക്കുക, കൂടുതൽ കർത്താവിനെ ആരാധിക്കുക. അങ്ങനൊരു ജീവിതം ആമേൻ അനുഗ്രഹമായി തീരും. അത് നിങ്ങൾക്ക് നന്മ കൊണ്ട് തരും. കണ്ടോ? കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. കരങ്ങൾ ഉയർത്തിപ്പറ. അവൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു പെരുക്കും. വി ആർ ബ്ലസ്ഡ്. വി ആർ റിയലി ബ്ലസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.